ഗൈസ്, സുഖമോ ദേവി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയില് നമ്മുടെ ദേവിക രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് മക്കളെ. അവിടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അപ്പുറത്ത് നന്ദന്റെയും ദേവികയുടെയും ജീവിതമാട്ടോ തൊലഞ്ഞില്ലാതാകുന്നത്. അപ്പൊ നന്ദൻ പറയുന്നുണ്ട്, അണിഞ്ഞൊരുങ്ങി പൊട്ടൊക്കെ കുത്തി എല്ലാവരെയും മുന്നിൽ ഒന്ന് ചിരിച്ചു കാണിച്ചാൽ മതി, എല്ലാ വോട്ടും നിനക്ക് കിട്ടിക്കോളും എന്നിങ്ങനെ കുത്തി പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ദേവിക, നന്ദു എന്തീ പറയുന്നേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവിക പറയുന്നുണ്ടേ. ലാസ്റ്റ് എല്ലാവരുടെ ടിവിയിലൊക്കെ ന്യൂസ് വരുവാ ദേവികയാണ് സ്ഥാനാർത്ഥി എന്നുള്ളത്. അപ്പൊ രാഷ്ട്രീയത്തിൽ മൊത്തം ആ ഒരു പാർട്ടിയിൽ മൊത്തം ചർച്ചയായ ദേവികയുടെ കാര്യം കേട്ടോ. അപ്പൊ സിദ്ധാർത്ഥൻ വാർത്തയിലൂടെ ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പുറത്ത് ഭാർഗവിക്കും ഗൗരിക്കും നമ്മുടെ ദേവിയുടെ അനിയത്തിക്കും ഒക്കെ ഭയങ്കര പേടിയും സംശയമൊക്കെ. ഇത് രാഷ്ട്രീയക്കാരുടെ വല്ല കളികളാണോ, ദേവികയെ പെടുത്താനുള്ള വല്ല കെണിയാണോ എന്നൊക്കെ അവർക്കൊരു പേടി കേട്ടോ. അപ്പൊ രജനി പറയുന്നുണ്ടേ, ഇല്ല, അതൊക്കെ തരണം ചെയ്ത് ദേവിക എല്ലാം കൊണ്ട് മുന്നേറി വന്നോളും, അവൾ തന്നെ ജയിച്ചോളും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രജനി പറയുന്നുണ്ടേ. ഏറ്റവും ഒടുവിൽ നമ്മുടെ ഋഷി നമ്മുടെ ദേവിക അടുത്ത് ഫോണിലൂടെ സംസാരിക്കുവാട്ടോ. അപ്പൊ നമ്മുടെ ദേവിക്ക് ഇങ്ങനെ ഫോണിൽ പറയുന്നുണ്ട് നമ്മുടെ ഋഷിയുടെ അടുത്ത്, ഋഷി ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേൾക്കാൻ ഞാൻ എത്ര കൊതിച്ചിരുന്നെന്നോ, എത്ര ഞാൻ പ്രാർത്ഥിച്ചിരുന്നെന്നോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ സംസാരിക്കുവാണ് ഋഷിനോട് ഫോണിൽ കേട്ടോ. അപ്പൊ ദേവിക്ക് ഈ സന്തോഷത്തോടെ ഋഷി എന്ന് പറഞ്ഞ് പേര് വിളിച്ചിങ്ങനെ സംസാരിക്കുന്നതൊക്കെ ആര് കേൾക്കുന്നുണ്ട്? നമ്മുടെ നന്ദൻ കേൾക്കുന്നുണ്ട്. നന്ദന് വേറെ ഒന്നും വേണ്ടല്ലോ. നന്ദൻ അങ്ങനെ ഇതൊക്കെ കേട്ട് ഇങ്ങനെ കലിപ്പിലിങ്ങനെ നിൽക്കുന്ന ഒരു രംഗങ്ങളിലായിട്ട് കൂട്ടുകാരെ പ്രൊമോ അവസാനിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്നതല്ലേ? കാത്തിരുന്ന് തന്നെ കാണോട്ടെ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.